അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടിയതാണ്. ഏത് സൈസ് മീനിനും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫീഡാണ്. ഇതാണ് നമസ്കാരം, ടെസ ചാർലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നല്ല ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് ഫിഷസിനെ കിട്ടുന്ന ഒരു ഫിഷ് ഫാമിലേക്കാണ് വന്നിരിക്കുന്നത്. തിരുവോണം ഫിഷ് ഫാമാണ്. ഇവിടെ നമുക്ക് 2 രൂപയ്ക്കും 3 രൂപയ്ക്കും ഒക്കെ ഗോൾഡ് ഫിഷസ് അവൈലബിൾ ആണ്. സോ ഷോപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഫിഷ് ഫാം ആദ്യമായിട്ട് നടത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ ഓണറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഒരു ഫിഷ് ഫാമിന്റെ ഓണറായ ഷിബു ചേട്ടനെയാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അപ്പം കറക്റ്റ് ഈ ഒരു തിരുവോണ ഫിഷ് ഫാം തിരുവനന്തപുരത്ത് എവിടെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് വ്യൂവേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് ട്രിവാൻഡ്രത്ത് കരമന ശാസ്ത്രി നാറാണ്. കരമന ശാസ്ത്രി നാർ ഈസ്റ്റിലാണ്. ഈ 36 ഒരു കുഞ്ഞു മുടിക്കിനകത്താണ്. ലൊക്കേഷൻ വെച്ച് വരുമ്പോൾ കുറച്ച്, കാരണം മുടുക്കായതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം ഇവിടെ ആണെങ്കിൽ ഷോപ്പിൽ മെയിൻ ആയിട്ട് നമ്മൾ ഹോൾസെയിൽ റീറ്റെയിൽ രണ്ടും ചെയ്യുന്നുണ്ടല്ലോ. ഈ സ്റ്റോക്ക് ഒക്കെ എവിടുന്നാ എടുക്കുന്നത്? സ്റ്റോക്ക് ഇവിടെ ഇപ്പോ ലൈബേഴ്സ് ബ്രീഡിംഗ് ഉണ്ട്, ഗപ്പിമോളി ഫ്ലാറ്റ് അങ്ങനത്തെ വെറൈറ്റീസ് ബ്രീഡിംഗ് ഉണ്ട്. പിന്നെ കുറച്ച് ഗ്രൂമിംഗ് ഉണ്ട്. ലോ വാല്യൂ ഫിഷസ് എല്ലാം ഹബിൽ നിന്നായിരിക്കും. ഇപ്പൊ ഈ ഗ്രൂമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധാരണ പട്ടിയുടെയും പൂച്ചേനെയും പോലെ അല്ലല്ലോ ഗ്രൂമിംഗ്. ഈ ഫിഷിന്റെ വരുമ്പോൾ ഗ്രൂമിംഗ് എങ്ങനെയാ ഒരു വ്യത്യാസമായിട്ട് വരുന്നത്? ടോട്ടലി ഡിഫറെന്റ് ആണ്. പട്ടി പൂച്ച വേറൊരു ഇത് എന്ന് പറയുന്നത് നമുക്കിപ്പം പ്രഡിക്റ്റ് ടൈപ്പുള്ള മത്സ്യങ്ങൾ വരുന്നുണ്ട്. കുഞ്ഞു മത്സ്യങ്ങളെ കൊണ്ടുവന്ന ശേഷം അതിനെ വളർത്തി വലുതാക്കുന്നതാണ് ഈ ഒരു സെക്ഷനിൽ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. ചെറിയ സൈസ് വന്ന ശേഷം അതിനെ വളർത്തി കൊണ്ടുവരിക, മാർക്കറ്റബിൾ സൈസ് ആയിട്ട് സെയിൽ ചെയ്യുക എന്നുള്ളത്. ഈ ചെറിയ സൈസിനെ വളർത്തി കൊണ്ടുവരാൻ സത്യം പറഞ്ഞ ഒരു ബുദ്ധിമുട്ടല്ലേ? കുഞ്ഞു ബ്രീഡിങ്ങിനെക്കാട്ടിയും കമ്പാരിറ്റീവ്ലി നമുക്ക് നോക്കുമ്പോൾ ഗ്രൂമിംഗ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ചില വെറൈറ്റീസ് ഇപ്പൊ എക്സാമ്പിൾ ജെയിന്റ് പറയൊക്കെ വെച്ചാൽ നമുക്ക് ബ്രീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വളരെ വലിയൊരു സ്പേസ് വേണ്ടി വരും. പക്ഷെ നമുക്ക് അതിന്റെ കുഞ്ഞു കുട്ടികളെ കിട്ടുകയാണെങ്കിൽ വളർത്തി വലുതാക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ടാങ്കോ ബാക്കിയുള്ള കാര്യങ്ങളും മതി. അപ്പൊ അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും വെറൈറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ചില വെറൈറ്റീസ് നമുക്ക് ബ്രീഡിങ് ഈസിയാണ്. ഇപ്പം ഇവിടെ ഇപ്പൊ നമുക്ക് ഈസി ടു ബ്രീഡ് ആവുന്ന ലൈബേഴ്സ് പ്രസവിക്കുന്ന മത്സ്യങ്ങളെയാണ് കൂടുതൽ ബ്രീഡിങ്ങിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഗ്രൂമിംഗ് തന്നെയാണ് കുറച്ചുകൂടി എളുപ്പം. കാരണം എനിക്ക് നമുക്ക് കാണാം കുറച്ച് ടാങ്കുകൾ എന്നൊക്കെ പറയുന്നത് അത്യം വലിയ സൈസ് ഉള്ളതല്ല. പിന്നെ ഉള്ളത് സിമെന്റ് ടാങ്ക് ഒക്കെ ഒരു 4 to 5 അത്രയൊക്കെ വരുന്ന സ്പേസാണ്. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ അതേപോലെ ചേട്ടൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഈ ഫീൽഡിൽ വന്നു എന്നുള്ളതിനെക്കാട്ടി ആക്ച്വലി ഇതൊരു വളരെ കുഞ്ഞാളിലെ തുടങ്ങിയ ഒരു പാഷനാണ് ഈ മീൻ വളർത്തുക എന്ന് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു നമുക്കൊരു ടാങ്ക് ഞാൻ കാണിച്ചത്, അതാണ് എന്റെ ആദ്യത്തെ ടാങ്ക്. സൂം ചെയ്താൽ കാണുന്നത് കുഞ്ഞു ടാങ്ക് ഉണ്ട്. അതായിരുന്നു എനിക്ക് 4ാം ക്ലാസ്സിൽ ആദ്യത്തെ വർഷം പഠിക്കുമ്പോൾ അച്ഛൻ വാങ്ങിച്ചത് ടാങ്ക്. ആ ടാങ്കിൽ നിന്നാണ് തുടക്കം. പക്ഷെ അത് ഗ്രാജുവലി ചേഞ്ച് ചെയ്ത് ഇപ്പൊ ഈ കണക്കിൽ 100 ടാങ്കും കാര്യങ്ങളും ഉണ്ട്. ആ പാഷനുള്ളിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പഠിച്ചതെല്ലാം വേറെ കാര്യങ്ങളാണ്. ഓട്ടോമൊബൈൽ ആയിരുന്നു പഠിച്ചതും ബാക്കിയെല്ലാം. അത് കഴിഞ്ഞ ശേഷം നേരെ എഡിബിൾ ആയിരുന്നു. നാച്ചുറൽ പോണ്ട് ഉണ്ടായിരുന്നു. എന്റെ FB ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ചെയ്തിരുന്ന എല്ലാം എഡിബിൾ ആയിരുന്നു. എഡിബിളിൽ നിന്ന് ഈ നമ്മളെ വെള്ളപ്പൊക്കം, കേരളത്തിൽ വെള്ളം പൊങ്ങിയ ഒരു സമയത്തിന് കുറച്ച് ലോസും കാര്യങ്ങളും വന്ന സമയത്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ട്രെയിനിങ്, NFPDയുടെ ഒരു ട്രെയിനിങ് കാണുന്നത്. അങ്ങനെ ആ ട്രെയിനിങ്ങിന് പോകുന്നത് രാജസ്ഥാനിലായിരുന്നു. ആ ട്രെയിനിങ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഓർണമെന്റിൽ കുറച്ചുകൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോ വീട്ടിലായിരുന്നു ആദ്യം ചെയ്തത്. ഈ മുടുക്കേറുമ്പോൾ രണ്ടാതിരിക്കുന്നതിന് വീട്ടിലായിരുന്നു ആദ്യം ചെയ്തത്. ഇങ്ങോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു 6 വർഷം ആവുന്നു. ടോട്ടലി ഫുൾ ടൈം ഈ അക്വാകൾച്ചർ എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് 10 വർഷമായി. രാജസ്ഥാനിൽ പോയി പഠിച്ച സമയത്ത് അവിടെ ഇഷ്ടംപോലെ എങ്ങനെയുണ്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ? അതൊരു വളരെ ലക്കിന് കിട്ടിയ ഒരു ഇതാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ട് 10 പേര്, ഇന്ത്യയിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ട് മൊത്തത്തിൽ 10 പേർക്ക് കൊടുക്കുന്ന കോഴ്സ്. സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഫുൾ എല്ലാവരെയാണ് ക്ലാസ്സും അല്ലെങ്കിൽ അക്കോമഡേഷൻ ഫുഡും ബാക്കിയുള്ള എല്ലാവരെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കാര്യം എന്ന് പറയുന്നത് അപേക്ഷിച്ചത് കുറച്ചുപേർ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഡിബിൾ ചെയ്തിരുന്നത് ഒരു റിയ എന്റർപ്രൈസ് എന്നാണ്. ഈ സ്ഥാപനമൊക്കെ ഇനോഗ്രേറ്റ് ചെയ്ത റിയ എന്റർപ്രൈസ് പ്രശാന്ത് കുമാർ സാറിന്റെ ഇതിലാണ് എഡിബിൾ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിയുടെയാണ് ഹാക്ചറി ഉണ്ട്. പുള്ളിയുടെ ഹാക്ചറിയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ എടുത്തിരുന്നത്. പുള്ളിയുടെ ഒരു റെക്കമെൻഡേഷനും ഗോഡ് ഗ്രേസ് കിട്ടി. കേരളത്തിൽ എനിക്ക് മാത്രമേ കിട്ടി. ആ ഒരു സമയത്ത് എനിക്ക് അത് കഴിഞ്ഞിട്ട് 2017-18 ആ ഒരു ടൈമിൽ. അപ്പം അങ്ങനെ ഈ പറയുന്ന പോലെ ഇത്രയും പേര് അപേക്ഷിച്ചിട്ട് ഒരാൾക്ക് കിട്ടുക, എന്നെ കെട്ടി ഒരുപാട് ഫെസിലിറ്റി ഉള്ള ആൾക്കാർ കേരളത്തിലും തിരുവനന്തപുരത്തും ഒരുപാട് പേരുണ്ട്. നമുക്ക് കുഞ്ഞു സ്ഥലത്തില്ല, ഏക്കർ കണക്കിന് ചെയ്യുന്ന ഓർണമെന്റിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
നല്ല ഫ്രണ്ട്ലി ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ എനിക്കത് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് പോയേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ നേരെ അവിടെ പോയി. പക്ഷേ അതിലുണ്ടായിരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടി ഉണ്ടായിരുന്ന ബാക്കി 9 പേരും ഇന്ത്യയിലെ ടോപ്പ് ക്ലാസ് ബ്രീഡേഴ്സും വലിയ ആൾക്കാരായിരുന്നു. ഈ പറയുന്ന ഫ്രിഡ്ജിന്റെ ബേസിലൊക്കെ വളർത്തി പോയ എക്സ്പീരിയൻസിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് എനിക്കുള്ള ഒരു സൗഹൃദ വലയത്തില് ആ ബാക്കി വരുന്ന 9 പേരും എന്ന് പറയുന്നത് വളരെ വലിയ, അതായത് ഓരോ സ്റ്റേറ്റിലെ വളരെ ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഏതെങ്കിലും ഫീഡിന്റെ എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ അസുഖത്തിന്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഓൾ ഇന്ത്യ ഒരു കോൺടാക്ട് ഉണ്ട്. എന്റെ സാർ എന്ന് പറയുന്ന അബ്ദുൽ സാറാണ്. എന്താവശ്യം നമുക്കിപ്പോ ഒരു മീനിന്റെ ഒരു അസുഖം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് ടൈമും സാറിനെ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറ് എനിക്ക് ബാക്കി മൊത്തം എല്ലാം പഠിപ്പിച്ച് ക്ലിയർ ചെയ്ത് തരും. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാർ. കാരണം വെച്ചാൽ ഒന്ന് ഇത്രയും യാത്ര, ഇനി ഒന്ന് 8-9 ദിവസത്തിൽ കൂടുതലുള്ള യാത്രയാണ്. ഇത്രയും ദിവസം യാത്ര കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞ ശേഷം ലാംഗ്വേജിന്റെ ഇഷ്യൂസ്, ഈ ഹിന്ദി കുറച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവരുടെ ഈ കൊണിക്കൽ ലാംഗ്വേജ് നമുക്ക് വലിയ പിടിയില്ല. അപ്പൊ സാർ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ PDF ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാറാണ്. അങ്ങനെയാണ് രാജസ്ഥാനിലെ വിശേഷങ്ങൾ. എന്തായാലും ബാക്കിയുള്ള എല്ലാവരും വളരെ നല്ല. അവര് ചില ടീമുകള് ഇന്ത്യക്കകത്ത് പോലും സെയിൽ ചെയ്യുന്നില്ല. കാരണം അവരുടെ പ്രൊഡക്ഷൻ മൊത്തത്തിൽ ഇന്ത്യക്കകത്ത് എടുക്കാൻ ആൾക്കാരില്ല. അത്രയ്ക്ക് ടോപ്പ് ലെവലാണ് അവർ ഇന്ത്യക്ക് പുറത്തോട്ട് അയക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെ പ്രൊഡക്ഷൻ ഇപ്പൊ 10-15 ഏക്കർ നമുക്ക് ഇവിടെ കൊടുക്കാം. പക്ഷെ അല്ലാതെ വലിയ ഹ്യൂജ് പ്രൊഡക്ഷൻ ആകുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും ആ ഹബിലോട്ടേ കയറ്റി വിടാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യക്കകത്ത് 2 ഹബ്ബാണ്. ഈ 2 ഹബിലും കൊടുക്കാൻ പറ്റാതെ അവർ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ടീംസാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ടീമിനോട് പഠിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇപ്പം ഈ ഒരു മത്സ്യകൃഷി ഇപ്പം ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു ആഗ്രഹമാണ്. ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ടപ്പ് ആയി കഴിയുമ്പോൾ ഇപ്പൊ പത്രത്തിലാണെങ്കിലും വാർത്തയിലാണെങ്കിലും ഈ ലോസ് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു മടി ഉണ്ടാവും ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള. പക്ഷെ നമ്മൾ കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയല്ലേ ഫിഷ് ഫാമും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അതെ ഇതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ നമുക്കിത് 2 സെക്ഷനിലായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. ഓർണമെന്റലും എഡിബിളും 2 സെക്ഷനിലെടുക്കും. ഇതിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ആരെങ്കിലും ഒരാളുടെ പോസിറ്റീവ് കണ്ടിട്ട്, മീൻസ് ഒരാൾ ചെയ്തു എന്ന് സക്സസ് പ്രൂവ് ചെയ്ത ശേഷം അത് കണ്ടിട്ട് ചാടി ഇറങ്ങുന്നത്, അവർ ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുക, അവർ പഠിക്കാൻ തയ്യാറാകുന്നില്ല. അതൊക്കെയാണ് ഞാൻ കണ്ട ഈ തോൽവികളിൽ അവര് പാഷൻ കൊണ്ടല്ല വരുന്നത്. അവര് ജസ്റ്റ് പാഷൻ അല്ല, സക്സസ് ആയി എന്നും പറഞ്ഞിട്ടുള്ള സക്സസ് ആയി നിൽക്കുന്നവരെ കാണുമ്പോൾ അത് ഓക്കെ, അയാൾ എടുത്ത ഹാർഡ് വർക്ക്. ഫോർ എക്സാമ്പിൾ എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരാൾ ചോദിക്കും, അണ്ണൻ രാവിലെ വന്നിട്ട് ചുമ്മാ ഇരിക്കില്ലേ. പക്ഷെ ഇതിന്റെ ഒരു 5-6 മണിക്കൂർ വരെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അതാരും കാണുന്നില്ല. അപ്പോൾ ഒരു സക്സസ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾ പാസ് ചെയ്തിട്ടുള്ള ഹഡിൽസ് ആരുമേ ശ്രദ്ധിക്കുന്നില്ല, ആരും അറിയുന്നില്ല. അയാൾ ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിലോട്ട് എത്താനുള്ള ഷോർട്ട് കട്ടാണ് പുതുതായിട്ട് വരുന്നവർ നോക്കുന്നത്. അതല്ല വേണ്ട. നമ്മൾ ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ബേസിക്കലി നമ്മൾ പഠിക്കാൻ തയ്യാറാകുക, പുതിയ ചേഞ്ചസ് മനസ്സിലാക്കുക. എഡിബിൾ ആയിക്കോട്ടെ, ഓർണമെന്റൽ ആയിക്കോട്ടെ. ഇതൊരു പാഷൻ എന്ന് തന്നെ കേട്ടി അതിനെ വലിയ രീതിയിൽ ബിസിനസ് മൈൻഡായിട്ട് കാണാം. ഇത് കൃഷിയാണ്, മണ്ണിനോടുള്ള അത് മത്സ്യങ്ങളാണ്. അപ്പോൾ അതിന്റെ കൃഷി എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ അതിന് പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക, അറിയുന്നവരുടെ അടുത്ത് ചോദിച്ച് പഠിക്കുക, ക്ഷമാശീലം വേണം. കാരണം ജീവനുള്ള കാര്യം വെച്ച് ചെയ്യുന്നതാണ്, മോർട്ടാലിറ്റി വരും. അത് ഫേസ് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രമേ മുന്നോട്ട് വരാവൂ. ഒരിക്കലും ഞാനൊരു മത്സ്യത്തെ കൊണ്ടുവന്നു അത് ഡെത്ത് ആയില്ല എന്നൊരു ചിന്തയില്ല. അതിന് പലതരത്തിൽ നമുക്കും ഇന്റേണൽ ഓർഗൻസ് വരുന്നവർ അവർക്കും പലതരത്തിലുള്ള ഈ അസുഖങ്ങൾ അവർക്ക് വരാം. അസുഖങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടുകൾ എടുക്കാം. പിന്നെ ഈ ഫീൽഡിലോട്ട് പുതുതായിട്ട് കടന്നു വരുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ബൾക്കായിട്ട് നമുക്ക് പറ്റുന്നതാണോ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മുന്നോട്ട് ഈ ഇപ്പോഴത്തെ റീൽസിൽ പറയുന്ന ഒരു ആവേശത്തിന്റെ പുറം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫോർട്ടുണ്ട്, ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യുക, ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്താൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പാതി വെച്ചിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പം അത് നമുക്ക് പറ്റുന്നതാണോ ഇല്ലേ എന്നുള്ളത്, എഡിബിൾ ആയിക്കോട്ടെ, ഓർണമെന്റൽ ആയിക്കോട്ടെ, ഏത് കൃഷി ആയിക്കോട്ടെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ചെറിയ സ്റ്റെപ്സ് നോക്കിയാൽ പയ്യെ നമ്മളെ കൊണ്ട് പറ്റുന്നത്. പലരും വന്ന് പറയാനുണ്ട്, ഞാനൊരു 50 ഫ്രിഡ്ജ് ബേസ് ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യും. ഞാൻ ആദ്യം നീ ഒരു ഫ്രിഡ്ജ് ബേസിൽ വളർത്തിപ്പടിക്കും, നിന്നെ കൊണ്ട് പറ്റുന്നത് നോക്ക്, പറ്റുന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്തു. ആദ്യമേ നമ്മൾ ഈ വലിയ രീതിയിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും ചെറിയ ഡ്രോബാക്സ് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഭയങ്കര നഷ്ടമാണ്. മറ്റേത് നമ്മൾ ഈ പറഞ്ഞ ഭുജത്തിൽ നിന്ന് തുടങ്ങിയാൽ, ഇപ്പൊ ഞാനും അതേപോലെ തന്നെയാണ്. ആദ്യത്തെ സെയിലൊക്കെ വീട്ടിലായിരുന്നു. അപ്പൊ പിന്നെ വർഷങ്ങളായിട്ട് അറിയുന്നവർക്ക് അറിയാൻ പറ്റും, വീട്ടിലെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഷെൽഫായിരുന്നു. ഒരു ഒന്നിക്കൊന്നിന്, അതായത് ടാങ്ക് വെർട്ടിക്കൽ വെക്കാൻ പറ്റത്തില്ല, ഹൊറിസോണ്ടൽ വെച്ച് സെയിൽ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ സംഭവിക്കുന്ന ചെറിയ ഫാൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും, നമ്മൾ അവിടെ നിന്നാണ് വന്നത്, ഒന്നും അല്ല, ഇതൊക്കെ നമുക്ക് വളരെ ഓവർകം ചെയ്യാൻ, ഉറപ്പായിട്ട് ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് വരാം. പുതുതായിട്ട് ഫീൽഡിലോട്ട് വരുന്നവർ വളരെയധികം ശ്രദ്ധിച്ച്
നമുക്ക് എന്താണ് പറ്റുന്നത് അതിനെ ചെറിയ രീതിയിൽ ചെയ്ത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് വരും. പിന്നെ ഇതിനെ ഈ ഫീൽഡ് യഥാർത്ഥത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എഡിബിൾ ആണെന്നുണ്ടെങ്കിലും ഓർണമെന്റൽ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ എഡിബിൾ ആണെന്നുണ്ടെങ്കിൽ വിഷരഹിതമായിട്ടുള്ള മത്സ്യങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ വിഴിഞ്ഞമൊക്കെ അടുത്തുള്ളത് കൊണ്ട് ഹാർബർ ഉള്ളതുകൊണ്ട് ട്രിവാൻഡ്രത്ത് വലിയ ഡിമാൻഡ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും ലൈവായിട്ടുള്ള ഫിഷിന്, അതായത് ജീവനോടെ ഉള്ള മീനുകൾക്ക് ഇന്നും മാർക്കറ്റിൽ ഡിമാൻഡ് തന്നെയാണ്. അപ്പോൾ അത് വിത്തൗട്ട് പോയിസൺ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നമുക്കും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം മാർക്കറ്റിംഗ് ആണ്. ഇത് പറഞ്ഞ ഒരുപാട് വരും. പക്ഷെ എന്നിരുന്നാലും സ്റ്റെപ്പ് ബൈ ഇത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓർണമെന്റിലോട്ട് വരുമ്പോൾ, ഓർണമെന്റിൽ നമ്മൾ മത്സ്യങ്ങളെ വളർത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഒരു ഭംഗി അല്ലേ, അക്വേറിയം. അതായത് നമ്മൾ ഈ ഒരു ഹോബി, അതായത് സ്റ്റാമ്പ് കളക്ഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്നത് തന്നെയാണ് ഈ ഒരു ഹോബി വരുന്നത്. ഈ ഒരു ഹോബി നമ്മൾ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആണ്. അലങ്കാര മത്സ്യങ്ങളെ നമ്മുടെ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷത്തിന് കാഴ്ച ഒരുക്കത്തക്ക രീതിയിൽ നമ്മൾ അവരെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന IT മേഖലയും ബാക്കിയുള്ള എല്ലാം ഈ ജോബിന് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ആ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡിനെ മാക്സിമം യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഇപ്പോഴത്തെ ഒരു 2 വർഷത്തിന്റെ കൊറോണ കഴിഞ്ഞ ശേഷം വരുന്ന 2 വർഷത്തിനകത്ത് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഡോക്ടറെ റെഫർ ചെയ്തിട്ട് ആരെങ്കിലും വരുന്നുണ്ട്. എന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് റിലീഫ്, ഒന്ന് സ്ട്രെസ് റിലീഫ്, 2 കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ. കുട്ടികൾ ഭയങ്കരമായിട്ട് ഫോൺ അഡിക്ഷൻ. പണ്ട് കുഞ്ഞു കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് കാക്കയും പൂച്ചയും കാണിച്ചിട്ടാണ്, ഇന്ന് മറ്റേ ഫോണിൽ കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം ചേഞ്ചസ് അതിലുണ്ട്. അപ്പൊ അവർക്ക് വേറെ ഒന്നിനുമായിട്ട് ഒരു ടച്ചില്ല, ഓൺ സൈഡ് ഇന്ററാക്ഷൻ മാത്രമായി പോകുന്ന കുട്ടികളുണ്ട്. ജനിച്ചപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ലാതെ പിന്നെ രീതിയിൽ ഫോണുമായിട്ട് എത്ര തവണ സംസാരിക്കും, ഡയറക്റ്റ് ആൾക്കാരുമായിട്ട് സംസാരം കുറവാണ്. അവര് നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. ആൾക്കാരുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത കുട്ടികൾ ഒരുപാട് വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലങ്ങൾ മാറ്റാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഹോബിയെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പബ്ലിക് സെക്ടേഴ്സിൽ ഈ അക്വേറിയം വെക്കുന്നതിന്റെ ഫാക്ടർ ഇത് തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ ടെൻഷനായിട്ട് പോയെങ്കിലും ഒരു നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ടാങ്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു 10 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്യാം. ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്മള് വലിയ ബാങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടൽസിൽ അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒരു നമ്മുടെ മൈൻഡ് ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് പിടിച്ചു നിർത്താൻ അതിന് സാധിക്കും. അതേപോലെ തന്നെ വാസ്തുശാസ്ത്രമായിട്ട് ഫിഞ്ചി ബേസ് ചെയ്തും നമുക്ക് എന്താണ് ഈ ഓർണമെന്റിൽ നല്ല രീതിയിൽ മൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ ലക്കി ഫിഷ് എന്നുള്ള രീതിയിൽ ആരോണ അല്ലെങ്കിൽ ഫ്ലവർ ഓണ അതേപോലത്തെ മത്സ്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ നമുക്ക് ഈ ഒരു സൈഡ് നല്ല രീതിയിൽ മൂവ്മെന്റ് ഉണ്ട്. അപ്പം ഭാവിയിൽ ഈ എയോ അങ്ങനെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഒരു സെക്ഷന് നമുക്ക് ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റും. അതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെയാണ്. പുതുതായിട്ട് കടന്നു നമുക്ക് അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യും, ക്ഷമയോടുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ച് മുന്നോട്ട് വരും. ഇപ്പം ഫസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് ഈ ഓർണമെന്റൽ ഫിഷിൽ ഏതെടുക്കാനായിരിക്കും? ഗപ്പികൾ വെച്ച് തുടങ്ങുന്നതായിരിക്കും? ഗപ്പിയുടെ തന്നെ ഇപ്പൊ ഒരുപാട് വെറൈറ്റീസ് ഇല്ലേ? ഗപ്പീസിന് വേറൊരു പേരുണ്ട്, 1 മില്യൺ ഫിഷ് എന്നറിയപ്പെടുന്ന ഫിഷാണ്. അതായത് 1 മില്യൺ കൂടുതൽ വെറൈറ്റീസ് ഉള്ള ഒരു വെറൈറ്റിയാണ്. അത് ഇന്ത്യൻ ബ്രീഡ് ആണെന്നല്ല, ഇന്ത്യൻ ബ്രീഡ് അല്ല, പുറത്തുനിന്ന് വന്ന ഒരു സൗത്ത് അമേരിക്ക ആണെന്ന് തോന്നുന്നു അതിന്റെ ഒറിജിൻ. അവിടെ നിന്ന് വന്നതാണ്. 80-90 കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സ്ട്രെയിനാണ്. അത് പിന്നെ ഇന്ത്യക്കകത്ത് വന്നതാണ്. പലരും ഇന്നിപ്പം ഗപ്പി വളർത്തുന്ന എല്ലാവരും പറയുന്നത് അത് നമ്മൾ കുഞ്ഞിലേ കണ്ടു വളർന്നില്ലേ ഗപ്പി, ഇവിടത്തെ അല്ലേ. പക്ഷെ ഓർണമെന്റൽ ഫിഷസിൽ മിക്കതും ഇന്ന് വേറെ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള വെറൈറ്റീസ് ആണ്. ഗപ്പീസിന് ഈ നേരത്തെ പറഞ്ഞതുപോലെ 1 മില്യൺ ഫിഷ് എന്ന് പറയുന്ന അത്രത്തോളം ഒരു പേര് അറിയപ്പെടുന്നു. അത്രത്തോളം വെറൈറ്റീസ് അതിനകത്തുണ്ട്. ഈസി ടു ബ്രീഡ് ആണ്, ലൈവ് ബേസ് ആണ്, പ്രസവിക്കുന്ന വെറൈറ്റി ആണ്. തുടക്കക്കാർക്ക് വളർത്താൻ പറ്റുന്നത്. ഞാൻ തുടക്കക്കാർക്ക് ഗപ്പിയെ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് നമ്മുടെ ഫെസിലിറ്റി എന്താണെന്ന് ആദ്യം നോക്കുക. ഇപ്പൊ ഞാനൊരു ഹോബിയായിട്ട് ഞാൻ ബ്രീഡിങ് വളർത്തുകയാണെങ്കിൽ നമുക്കിപ്പോ വെള്ള ഹോൾഡ് ചെയ്യുന്ന ഏതിൽ നമുക്ക് വളർത്താം. ഇപ്പം ബ്രീഡിങ്ങിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്പീഷ്യസ് ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ സ്പീഷ്യസിനെ ഉൾക്കൊള്ളാനുള്ള ടാങ്ക് നമുക്കുണ്ടോ, അത് ഏത് മീനുമായിട്ട് കിടക്കും എന്നുള്ള കാര്യങ്ങൾ. അതായത് ഞാൻ പറയുന്ന ബ്രീഡിങ്ങോ അല്ലെങ്കിൽ ആ രീതിയല്ല, വീട്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ബൗൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ സൈസ് മീൻ വാങ്ങിച്ചിട്ടേ കിടക്കില്ല. അപ്പൊ അതിനകത്ത് ഏത് മീനാണ് സെർവ് ചെയ്യുന്നത് ആ വെറൈറ്റീസിനെ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബ്രീഡിങ്ങിലോട്ടോ അങ്ങനെയൊക്കെ ഫാം ഡെവലപ്മെന്റ് വരെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെസിലിറ്റി എന്താണ്, ഇത്രത്തോളം ടാങ്ക് നമുക്കുണ്ട്, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തിട്ട് മുന്നോട്ട് പോകും. ഇതാണ് നമ്മളെ തിരുവോണം ഫിഷ് ഫാമിന്റെ ഉൾഭാഗം. മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ഇത് ആദ്യമൊക്കെ ഏകദേശം ഒരു 5-6 വർഷമൊക്കെ വരുന്നവർക്ക് അറിയാം. ഈ കാണുന്ന ഫെസിലിറ്റിയിലായിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം കുറച്ച് ഭാഗമായിരുന്നു. പിന്നെ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഘട്ടമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതൊരു ഫൈനൽ പൊസിഷനിലോട്ട് എത്തിയത്. അത് ഈ സൈഡ് മാത്രം ഷെൽഫായിരുന്നു, സിമെന്റ് ടാങ്കില്ലായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മളിത് സെറ്റ് ചെയ്ത് ഇപ്പം ഒരു ലെവൽ വരെ എത്തിച്ചു.
ഇപ്പൊ ഈ ഫിഷിന് ഇങ്ങനെ കുറെ അസുഖങ്ങളുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഈ ഇപ്പം വെള്ളം ചേഞ്ച് ചെയ്യാത്ത മൂലം വരുന്ന അസുഖങ്ങൾ അങ്ങനെയൊക്കെ കുറെ അസുഖങ്ങൾ വരത്തില്ല. ഇപ്പൊ മെയിൻ ആയിട്ട് ഏതൊക്കെ അസുഖങ്ങളാണ് ഈ ടാങ്കിൽ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത്? എല്ലാത്തരം അസുഖങ്ങളും എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒന്ന് വരാം ഒന്ന് വരില്ല എന്ന് പറയാൻ കൂടുതലായിട്ട് വരത്തില്ല. ബേസിക്കലി ഈ വെള്ളത്തിലെ എല്ലാ ഇൻഫെക്ഷന്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എപ്പോഴാണോ മീനിന്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നത് അപ്പോഴേ മീനിന് എഫക്ട് ആവും. അത് ചിലവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു വ്യക്തി ആശുപത്രിയുടെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരില്ല. അതേസമയം പ്രതിരോധ ശക്തി കുറവുള്ള ഒരു വ്യക്തി ആശുപത്രിയുടെ അടുത്തൂടെ പോയാൽ മതിയും പെട്ടെന്ന് അസുഖം ക്യാപ്ചർ ചെയ്യും. അപ്പോൾ മനുഷ്യരിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ടാങ്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കാതിരുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു റൂമിൽ ഇപ്പോൾ ഒരാൾ താമസിക്കുന്നു, ആവശ്യമായിട്ടുള്ള വെന്റിലേഷൻ കൊണ്ട് ഓക്കെ, അതിനകത്ത് 5 or 10 ആൾക്കാർ വരുമ്പോൾ നമ്മൾ അഡീഷണൽ എന്തായിട്ട് കൂടുതൽ എയറേഷൻ കൊടുക്കേണ്ടി വരും. എയറേഷൻ മീൻസ് ഫാനോ അല്ലെങ്കിൽ എയറിന്റെ ഔട്ടോ ബാക്കി കാര്യങ്ങളോ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് നമ്മൾ ടാങ്കിനകത്ത് എണ്ണത്തിൽ കൂടുതൽ മത്സ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അതിൽ ഒരുക്കി കൊടുക്കുക. അത് നമ്മൾ ഒരുക്കി കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഹോൾഡ് ആയിട്ടുള്ള വേസ്റ്റ്, മത്സ്യത്തിന്റെയോ ഫുഡ് കൊടുത്തിട്ടുണ്ടാവുന്ന വേസ്റ്റുകൾ കഴിവതും ഹോൾഡ് ആവാത്ത രീതിയിൽ ബേസിക്കലി ഇതേപോലെയൊക്കെ എങ്കിലും പലരും ടാങ്കും പല കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അധികം വേസ്റ്റ് ഒന്നും അടിയിൽ വരാത്ത രീതിയിൽ ഹോൾഡ് ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മീന് കുറച്ചുകൂടിയൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കും. അങ്ങനെ ഈ അസുഖങ്ങൾ വന്ന് ചികിത്സിക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അതായത് ഒരു മീനിന് ഒരു അസുഖം വന്ന ശേഷം അതിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ആ അസുഖം അതിന് സ്പ്രെഡായി ഒരു 50% കഴിഞ്ഞ ശേഷം മാത്രമേ അത് പുറത്ത് കാണിക്കൂ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, വരാതിരിക്കാൻ വേണ്ടി മാക്സിമം മുൻകരുതൽ എടുക്കുക. അതിനുള്ള മെഡിസിൻസ് ഉണ്ട്. മീനിന്റെ ബിഹേവിയർ ചേഞ്ചസ് വരും. ഇപ്പം ചില മത്സ്യങ്ങൾ ഇതിപ്പം ഈ ഒരു ആക്റ്റീവ്നെസ് നോക്കിയിട്ടാണ് പുതിയ മീൻ എടുക്കുന്നത്. ഇതിപ്പോ സ്കൂൾഡ് ആയിട്ടുള്ള ഫിഷാണ്, കണ്ടില്ലേ? ഇതേപോലെ ഒരുവിധമൊക്കെ ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ മീൻ വളരെ ഹെൽത്തി ആണെന്നാണ് ഒരു കണക്കിനുള്ള അറിവ് പറയുന്നത്. പൊതുവെ നമുക്ക് അനുമാനിക്കാം. പിന്നെ ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ആക്റ്റീവ് കുറഞ്ഞ് ഇവർ സ്ലോ മൂവ്മെന്റ് ആയിരിക്കും. പലതരത്തിലുള്ള ഇഷ്യൂസ് വരും. ടെമ്പറേച്ചറിന്റെ ഇഷ്യൂസ്, തണുപ്പ് കൂടുതൽ വരും. നമ്മൾ ഇടുന്ന മത്സ്യങ്ങളെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് മുമ്പ് മരുന്ന് ചെയ്താൽ വലിയ കുഴപ്പമില്ല. ഒരുപാട് മോർട്ടാലിറ്റി അതൊരു സ്പ്രെഡ് ചെയ്ത് ബാക്കി മത്സ്യങ്ങൾക്ക് എഫക്റ്റ് ആവാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അസുഖമുള്ള മത്സ്യങ്ങളെ ഇപ്പോ കൊറോണ കഴിഞ്ഞിട്ട് ഐസൊലേഷനോ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ചുകൂടെയൊക്കെ ഫെമിലിയർ ആയി. അസുഖമുള്ള മത്സ്യത്തിന് എന്ത് ചെയ്യും, മാറ്റിയിടുക. മറ്റു മത്സ്യത്തിന്റെ കൂടെ ഇട്ട് അസുഖങ്ങളൊന്നും വരുത്തിക്കാത്ത രീതിയിൽ ജസ്റ്റ് മാറ്റിയിട്ട് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കി ഇടുക. ഇപ്പൊ ഈ വയ്യാത്ത മീനുകളെ ഐസൊലേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് നമ്മൾ എങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഈ സ്ലോ മൂവ്മെന്റ് ഉള്ള മീനുകളെയാണോ? മൂവ്മെന്റ് സ്ലോ ആവുക പല കാരണങ്ങൾ കൊണ്ടാവും. അതല്ല, ഇപ്പം ബിഹേവിയർ ചേഞ്ചസ് വരും. ഇപ്പൊ നമ്മളിപ്പോ ഒരു മീനിനെ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലത് ഫീഡ് എടുക്കാതിരിക്കും. അപ്പം കളർ ചേഞ്ച്, ബോഡിയിലെ കളർ ചേഞ്ച് വരും, പാച്ചസ് വരും, വൈറ്റ് സ്പോട്ട് വരും, അങ്ങനത്തെ പല പ്രോബ്ലങ്ങൾ വരും. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ചിലത് ഇപ്പൊ വയ്യാതെ ആകുമ്പോൾ സ്ലോ മൂവ്മെന്റ് ആയിരിക്കാം, ചില വിഷയം അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പം മലം തിരിഞ്ഞു പോവുക, സ്വിമ്മിങ്ങിന് ഒരു ബുദ്ധിമുട്ട് വരിക, അങ്ങനത്തെ പല കാരണങ്ങളായിരിക്കും. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിന് അസുഖം ഉണ്ട് എന്നുള്ളത്. പിന്നെ അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ് എടുക്കില്ല എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നോക്കുന്നത്. അവരെ നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരു മീനാണെങ്കിൽ അവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഒരു ക്വാറന്റൈൻ ടാങ്കിൽ, അല്ലെങ്കിൽ സാധാരണ ഈ അക്വേറിയങ്ങളിൽ വേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ള ടാങ്കാണ് ഡോക്ടർ ടാങ്ക്. അത് എനിക്ക് അങ്ങനെ ഒരു ടാങ്ക് ഉണ്ട്. അങ്ങനെ ഒരു ടാങ്കിൽ കൊണ്ടുവന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യും. അങ്ങനെ ഒരു ടാങ്കിൽ കൊണ്ടുവന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ അസുഖം മറ്റു മത്സ്യത്തിന് സ്പ്രെഡ് ആവാത്ത രീതിയിൽ നമുക്ക് അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റെഡിയാക്കി എടുത്തിട്ട് മറ്റു മത്സ്യങ്ങളോട് നമുക്ക് ഇടാൻ പറ്റും. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വഴി. ഇങ്ങനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് ഇല്ല കൊറോണ വന്ന് നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കുന്നത് അതേപോലെ ആ വേർഡുകളെല്ലാം ഈ കൊറോണയ്ക്ക് ശേഷമാണ് കുറച്ചുകൂടി ഫെമിലിയർ ആയി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തുവാ ചെയ്യുന്നത്? ആക്ച്വലി ഒരുപാട് ടൈപ്പ് മെഡിസിൻസ് ഉണ്ട്. ഞാനിവിടെ ട്രൈ ചെയ്യുന്ന മെഡിസിൻസ് കാണിക്കാം. ഇവിടെ ആക്ച്വലി 3 മെഡിസിൻസ് ഞാൻ തന്നെ ചെയ്ത് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അത് അക്രാഫേമിംഗ് എന്ന് പറഞ്ഞു വരുന്ന മെഡിസിൻ ആണ് ഒന്ന്, മറ്റൊന്ന് മെത്തിലീൻ ബ്ലൂ, ഒന്ന് ഗ്രീൻ മെഡിസിൻ. ഇനി ഇതിന്റെ കണ്ടന്റുകൾ എന്താണ് എന്നുള്ളത് പറയാം. ഈ മെഡിസിൻസ് യൂസ് ചെയ്തിട്ടാണ് പൊതുവെ ഞാൻ ഇവിടെ ഈ അസുഖം വരുന്ന മത്സ്യത്തിനെ ട്രീറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന മെഡിസിൻസ് ആണ്. ഇത് അക്രാഫേമിങ്ങിന്റെ ഒരു മെഡിസിൻ ആണ്. അത്യാവശ്യം കോസ്റ്റ് വരുന്നതാണ്. 20 ഗ്രാമിന് 800 രൂപ അടുപ്പിച്ച് വില വരും. ഇത് പൗഡർ ഫോമിലാണ് വരുന്നത്. ഇതിനെ നമ്മൾ ഒരു റേഷ്യോയില് ലിക്വിഡ് ഫോമിലാക്കിയതാണ് ഈ ഒരു മെഡിസിൻ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസുഖത്തിനെ പ്രിവെന്റ് ചെയ്ത് നിർത്തുന്നത്. ഇത് പിന്നെ മെത്തിലീൻ ബ്ലൂവിന്റെ മെഡിസിൻ ഉണ്ട്. മെത്തിലീൻ ബ്ലൂ എനിക്ക് എല്ലായിടത്തും അവൈലബിലിറ്റി ഉള്ള സാധനം തന്നെയാണ്. ഈ മെത്തിലീൻ ബ്ലൂ ഒക്കെ
യഥാർത്ഥത്തിൽ പൗഡർ ഫോമിൽ വരും. പൗഡർ ഫോമിൽ വന്ന ശേഷം അതിന്റെ റേഷ്യോയിൽ നമ്മൾ ലിക്വിഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത ശേഷമാണ് അത് സെയിൽ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് വേണ്ട വളരെ അത്യാവശ്യപ്പെട്ട കുറച്ച് ക്ലയൻസിന് അസുഖം വന്നപ്പോൾ എന്റെ കയ്യിൽ മെഡിസിൻ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാനത് എന്ത് ചെയ്തു, സെയിലിന് കൂടി അങ്ങ് റെഡിയാക്കി എന്നുള്ളതാണ്. അങ്ങനെ 3 മെഡിസിൻ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല റിസൾട്ടും ഉണ്ട്. പിന്നെ ഈ ചിലവർ ഈ മെഡിസിൻ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ മീനെ വാങ്ങിച്ചോണ്ട് പോകുമ്പോഴേ ചുമ്മാ എടുത്തിടുമല്ലോ മെത്തിലിൻ ബ്ലൂ ഒക്കെ. മെത്തിലിൻ ബ്ലൂ ഈ ഇതിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് മെഡിസിൻസ് നമ്മൾ അപ്ലൈ ചെയ്താൽ അവർക്കൊരു ആവശ്യത്തിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഡോസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പനി വരുമ്പോൾ ആദ്യം ഡോളോ ഒരു 500 കഴിച്ചാൽ പെട്ടെന്ന് പനി കുറയും. പക്ഷെ അടുത്തൊരു പനി വരുമ്പോൾ ഈ 500 പോരാതെ വരും, കൂടുതൽ ഡോസ് നമ്മൾ ടേക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം 100, 200, 300 എന്നുള്ള രീതിയിൽ വളരെ കുറഞ്ഞ ഡോസിൽ നിന്ന് മാത്രം കൂടിയ ഡോസിലോട്ട് പോകുന്നതാണ് മനുഷ്യർക്കും മീനിനും ബെറ്റർ. ഇത് മാത്രമല്ല, നമ്മൾ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നുണ്ട്, ടെട്രാസൈക്ലിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഹോമിയോ മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഇപ്പൊ വില കൂടിയ ചില മത്സ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് വില കൊടുത്ത് നമ്മൾ റെഡിയാക്കാൻ കണക്കിന്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ പാക്കു, ഐ മീൻ ഭയങ്കര അഗ്രസീവ്നെസ് ഉള്ള സാധനമാണ്. പിരാനയുടെ ഒരു റിലേറ്റീവ് ആയിട്ടൊക്കെ വരും, ആൽബിനോ പാക്കു എന്ന് പറയാം. എന്റെ പല്ല് നമ്മളെ പോലെ ഇരിക്കുന്നതാണ്. അല്ല, ആക്ച്വലി ഞാൻ സെയിലിന് ഇട്ടുന്നതാണ്. അത് ഞാൻ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ചാടി ഇടിച്ച് അതിന്റെ ബോഡി നല്ല രീതിയിൽ കട്ടായി പോയി. അത് ഞാൻ വിൽക്കായിട്ടുന്ന 1500 രൂപയ്ക്കാണ്. പക്ഷെ ഇപ്പൊ ഞാനത് മരുന്നെല്ലാം കൂടെ ചിലക്കിയോ 10,000 മുകളിലായി അതിനെ റെഡിയാക്കി എടുത്തത്. അപ്പൊ അതേപോലെ ചില മത്സ്യത്തിന് നമുക്ക് ഈ ക്യാഷ് നോക്കാതെ നമ്മൾ ഒരുപാട് എഫോർട്ട് എടുത്ത് നമ്മളത് റെഡിയാക്കി എടുക്കേണ്ടി വരും. ചില മത്സ്യത്തിന് നമുക്ക് അത്രത്തോളം കെയർ ചെയ്ത് നോക്കുന്നവർക്ക് നമുക്ക് അത്രത്തോളം വില കൂടിയ മെഡിസിൻസ് നമുക്ക് പ്രിഫർ ചെയ്യാം. ഇല്ലാത്തവർക്ക് നോർമൽ രീതിയിൽ മെത്തിലിൻ ബ്ലൂവും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നതായിരിക്കും ബെറ്റർ. ഇപ്പൊ നമുക്ക് വീഡിയോയിലൂടെ ഇപ്പം ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല കിടിലം വെറൈറ്റി ആയിട്ടുള്ള ഫിഷസിനെ നോക്കാം. ഇതിപ്പോ ഫസ്റ്റ് എടുത്തേക്കുന്ന നമ്മള് ലോബ്സ്റ്റർ. ഇപ്പം ഇവരുടെ പ്രത്യേകതയൊക്കെ എന്താ? ലോബ്സ്റ്റർ ബാക്കി മീനിന്റെ കൂടെ ഇടാൻ കഴിയാത്തൊരു വെറൈറ്റിയാണ്. അവര് ചിലപ്പോ നമ്മൾ ബാക്കി മീനിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇവര് ഷെല്ല് പൊഴിക്കുന്ന സമയത്ത്, ഇവര് ഈ പാമ്പും ചട്ട പൊഴിക്കുന്ന പോലെ ഷെല്ല് പൊഴിക്കുന്ന വെറൈറ്റിയാണ്. അപ്പൊ അങ്ങനെ ഈ ഷെല്ല് പൊഴിക്കുന്ന സമയത്ത് ഇതിനെ കൊത്താനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇതും ഇവർക്ക് ഇറുക്കാനുള്ള കൊമ്പും കാലൊക്കെ ഉണ്ട്. കുഞ്ഞു മീനിനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവരതിനെ പിടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ നമ്മൾ കേപ്പബിലിറ്റി സെപ്പറേറ്റ് ഇടുക. ഇതേപോലെ നമ്മൾ ഇടുന്ന പോലെ പഞ്ഞിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവര് ഷെല്ല് പൊഴിക്കുന്ന സമയത്ത് ഒളിച്ചിരിക്കും. ഒരുപാട് ഹൈഡി സ്പോട്ട് വേണ്ട ഒരു വെറൈറ്റിയാണ്. ബാക്കി മീനിന്റെ കൂടെ ഇടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഇവരുടെ പ്രത്യേകത, ഷെല്ല് പൊഴിച്ച ശേഷം ഇവിടെ കയ്യോ കാലോ ഒക്കെ പോവുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, നമുക്ക് റീജനറേറ്റ് ചെയ്ത് വരുന്ന വെറൈറ്റിയാണ്. അതിന് നമുക്ക് ഇതിൽ കാണാം. ഇതില് വളരെ ഒരു കൈ വലുതും ഒരു കൈ ചെറുതുമാണ്. വളർന്നു വരുന്നത്. പിന്നെ ഈസി ടു ബ്രീഡ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റും. മെയിൽ ഫീമെയിലൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മെയിൽ ഫീമെയിൽ ഐഡന്റിഫൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ കുട്ടികളെ കിട്ടുന്നതാണ്. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്തിരുന്നു. അറ്റ് പ്രസന്റ് ബ്രീഡിങ് കുറവാണ്. ഞാൻ ലോബ്സ്റ്റർ ബ്രീഡിങ് ഇപ്പൊ ചെയ്യുന്ന കുറവാണ്. ഇവരുടെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇത് വരുന്ന പീസ് റേറ്റ് ഒരു പീസ് 150 ആണ്. 150. ഹോൾസെയിൽ വരുമ്പോൾ ഒരു പീസ് 130, 10 പീസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു പീസ് 100 രൂപ റേറ്റ് വരും. ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്ന എല്ലാത്തിന്റെയും റേറ്റ് വരുന്നത് പറയുന്നത് ഹോൾസെയിൽ വരുമ്പോൾ ഇതിന്റെ പ്രൈസ് ചേഞ്ച് ആവും. റീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു പീസ് 150 ആയിരിക്കും. ഹോൾസെയിൽ വരുമ്പോൾ 5 പീസ് എടുക്കുമ്പോൾ ഒരു പീസ് 130 റേറ്റ് വരും. 10 പീസിനാകും ഒരു പീസ് 100 റേറ്റ് വരും. ഇതിപ്പോ ഇവരിപ്പം എല്ലാവർക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ഹൈഡ് ചെയ്തിരിക്കാനാണ് ഇഷ്ടം അല്ലെ? നമ്മള് ടാങ്കിൽ നോക്കുന്ന സമയത്ത് ഒളിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇവർക്ക് ഇപ്പൊ എങ്ങനെ ഫുഡ് എങ്ങനെയാ കൊടുക്കുന്നത്? ഇവർക്ക് എങ്ങനെ ഫുഡ്, ഇപ്പൊ കുഞ്ഞു മീനുകൾ കഴിക്കും. പിന്നെ ക്യാരറ്റ് ഒക്കെ സ്ലൈസ് ചെയ്ത് കൊടുക്കാം. ഡെഡ് ലീവ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കഴിച്ചോളും. ഫുഡായിട്ട് പെലക്ട്, സാധാ ഉള്ള പെലക്ട് അതെല്ലാം അവർ കഴിച്ചോളും. ഇപ്പൊ ഇവരെ വളർത്തണമെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു പെയറായിട്ട് ഇങ്ങനെ മേടിച്ചു പോകുന്ന സമയത്തേ ഇപ്പം വലിയ ടാങ്ക് വേണം, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ചെറിയ ടാങ്ക് മതി. പക്ഷെ എസ്കേപ്പിംഗ് ടെൻഡൻസി ഉള്ള ഒരു വെറൈറ്റിയാണ്. ഒരു പിടുത്തം കിട്ടിയാൽ, അതായത് പുറത്ത് കയറി പോകാനുള്ള ഒരു അവസരം കിട്ടിയാൽ പുറത്തിറങ്ങി പോകും. വെള്ളത്തിന്റെ നനവ് ഉണ്ടെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചത്തുപോകും. എലിയോ പൂച്ചയൊക്കെ എടുത്തുകൊണ്ട് പോകും. പിന്നെ വളർത്താൻ ശ്രദ്ധിക്കുന്നവർ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡിങ് സ്പോട്ട് കൊടുത്തിട്ട് മാത്രം ഈ ഒരു സ്ട്രെയിനിനെ കീപ്പ് ചെയ്യുക. പിന്നെ വളരെ ഫാസ്റ്റ് മൂവി മീനിന്റെ കൂടെ ഇടുന്നതിനൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ലൈക്ക് സീബ്ര, സ്കൂൾഡ് ഫിഷ്, അതിന്റെ കൂടെയൊക്കെ ഇടുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ആരെങ്ങനെ ഓട്ടിച്ചിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന രീതിയില്ല. അതേസമയം ഈ സ്ലോ ആയിട്ടൊക്കെ കുഞ്ഞു മീനൊക്കെ പോയി കഴിഞ്ഞാൽ പിടിക്കും. പിന്നെ അതേപോലെ നമ്മൾ ഈ ടാങ്കിൽ വളർത്തുന്ന സമയത്ത് ഇവർക്ക് പുറത്ത് പോകാനുള്ള ഒരു അവസരം നമ്മളായിട്ട്, അതായത് ഈ വെള്ളത്തിന്റെ ലെവൽ വളരെ ടോപ്പ് ലെവലിൽ വെക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. വെള്ളത്തിന്റെ ലെവൽ കുറച്ച് താഴ്ത്തി തന്നെ.
ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഫിഷസ് ഏതാ? ഇത് കോയിക്കാർപ്പിന്റെ വെറൈറ്റിയാ. കോയിക്കാർപ്പിന്റെ ഇന്ത്യൻ കോയിക്കാർപ്പാണ്. ഇത് വരുന്ന ഒരു പീസ് 100 രൂപ റേറ്റ് വരും. ഹോൾസെയിൽ വരുമ്പോൾ ഒരു പീസ് 90 രൂപ വരും. ഇതിന്റെ ചെറിയ സൈസ് ഉണ്ട്, അത് പേര് 30 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആണ്. കോയിക്കാർപ്പ് സ്റ്റാർട്ടിങ് വരുന്നത് ചെറിയ സൈസ്, വളരെ വളരെ ചെറിയ സൈസ് വരും. ഒരു 1 ഇഞ്ച് സെന്റിമീറ്റർ ഒക്കെ വരും, 2 രൂപ 3 രൂപ ഒക്കെ വരും. പിന്നെ സൈസ് അനുസരിച്ചാണ് ക്വാളിറ്റി അനുസരിച്ച് റേറ്റ്. മീഡിയം സൈസ് വരുന്ന പേര് 30 രൂപ റേറ്റ് വരും അവിടുത്തെ ടാങ്കിലുണ്ട്. കോയിക്കാർപ്പും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സ്പേഷ്യസ് അനുസരിച്ചല്ലേ അത് നല്ലപോലെ വലുതാവുന്നത്. പിന്നെ ഇതിന്റെ ജാപ്പനീസിന് ഒരുപാട് ക്വാളിറ്റി വരുന്നുണ്ട്. സ്കെയിൽലെസ് വരുന്നുണ്ട്, സെമി സ്കെയിൽലെസ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രെയിന് വ്യത്യാസം വരുന്നുണ്ട്. ക്വാളിറ്റി അനുസരിച്ച് കളറൊക്കെ അനുസരിച്ച് നല്ല വിലയുള്ളതുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്ന സ്ട്രെയിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. ഫ്ലവറോണ്ട് ഒരു സ്ട്രെയിനാണ്, മെയിലാണ്. മെയിലിനാണ് ഹബ്ബ് വരുന്നത്, മറ്റേ ഹമ്പ് വരുന്നത്. ഫീമെയിലിന് ഹമ്പ് കാണില്ല. ഇത് വരുന്ന 1300 റേറ്റ് വരും. ഇതും ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് വരുന്ന വെറൈറ്റിയാണ്. പിന്നെ ഇതൊരു ലക്കി ഫിഷിന്റെ കാറ്റഗറിക്കകത്ത് വരുന്ന ആരോണയൊക്കെ പോലെ നമ്മൾ വളർത്തിയാൽ ഭാഗ്യം കൊണ്ടുവരും എന്നുള്ള ഒരു കാറ്റഗറിക്കകത്ത് വരുന്ന സ്ട്രെയിനുകളാണ്. ഈ മീനെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റത്തുള്ളൂ, പ്രഡിക്റ്റഡ് ആണ്. മറ്റു മത്സ്യങ്ങളെ കഴിക്കുന്ന വെറൈറ്റിയാണ്, ഒറ്റയ്ക്ക് ഇടുന്നതാണ് ബെറ്റർ. ഇത് ഗൗറയുടെ ഒരു വെറൈറ്റിയാണ്, റെഡ് കൊളീസ എന്നൊക്കെ പറഞ്ഞു വരുന്ന സ്ട്രെയിനാണ്. അത്യാവശ്യം ഡാർക്ക് വെറൈറ്റിയാണ്, അധികം സൈസ് കയറാത്ത ഒരു വെറൈറ്റിയാണ്. ഇത് വരുന്ന പേര് 100 രൂപ റേറ്റ് വരുന്നുണ്ട്. മെയിലിനായിരിക്കും കളർ വരുന്നത്. പൊതുവെ എല്ലാ വെറൈറ്റീസിനും ഈ മീനിലാണെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഇതിൽ മെയിലിനാണ് കുറച്ചുകൂടി ഭംഗി കൂടുതൽ വരുന്നത്. ഇപ്പൊ ഗപ്പീസിനാണെന്നുണ്ടെങ്കിലും മെയിലിനാണ് ടെയില് ഭംഗി വരുന്നത്. മൃഗങ്ങൾക്ക് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ മീനിനകത്ത് തന്നെ ബ്രീഡിങ് പല തരത്തിലാണല്ലോ വരുന്നത് അല്ല? ഇപ്പൊ ഈ കാണുന്ന ഫിഷിന്റെ ബ്രീഡിങ് എങ്ങനെയാ വരിക? ആക്ച്വലി ലൈവ് ലൈവ് ബേഴ്സ് ഉണ്ട്, എഗ് ലേയേഴ്സ് ഉണ്ട്. എഗ് ലേയേഴ്സ് മീൻസ് പ്രസവിക്കുന്ന വെറൈറ്റീസിനെയാണ് നമ്മൾ ലൈവ് ബേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഓൺ ബേബീസിനുണ്ടാക്കുക 4 വെറൈറ്റി. നേരത്തെ ഗപ്പി, മോളി, പ്രാക്ടീസ് ഓട്ടെ, അതിന്റെ എല്ലാ ഉപഭോഗങ്ങളും സെയിം തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ വെറൈറ്റീസും മുട്ടയിടുന്നുണ്ട്. ഈ മുട്ടയിടുന്ന വെറൈറ്റീസിൽ ഒരുപാടുണ്ട്. എഗ് സ്കാറ്റർ ചെയ്യുന്നുണ്ട്, എഗ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ വെറൈറ്റി വരുന്നത് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിൽ വേറൊരു സെക്ഷനാണ് ഈ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കി ബ്രീഡ് ആകുന്ന ഫൈറ്റർ, ഗൗറ, ഇതെല്ലാം ബബിൾ നെസ്റ്റ് ഉണ്ടാക്കുന്ന വെറൈറ്റീസ് ആണ്. അത് വളരെയധികം സവിശേഷത കൂടിയൊരു മീൻ കൂടെ ഉണ്ട്. കൂടുണ്ടാക്കി ബ്രീഡ് ആവുന്ന ഒരു വെറൈറ്റി നമുക്കത് കാണാം. അതായത് ഈ വെറൈറ്റി എന്ന് പറയുന്നത് ഫൈറ്റർ ബ്രീഡ് ആകുന്നത് പോലെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ബ്രീഡ് ആകുന്നത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം പാരന്റ്ഷ്യൽ കെയർ ഉള്ളതാണ്. ചില മത്സ്യങ്ങൾ പാരന്റ്ഷ്യൽ കെയർ ഉണ്ടായിരിക്കും, തന്റെ കുട്ടികളെ നോക്കുന്നതായിരിക്കും, ചിലവർ നോക്കാതെ. അപ്പൊ ഗൗറയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പാരന്റ്ഷ്യൽ കെയർ ഉള്ള ബബിൾ നെസ്റ്റ് ഉണ്ടാക്കി ബ്രീഡ് ആകുന്ന ഒരു വെറൈറ്റി. ബബിൾ നെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ബബിൾ പോലെ. അതായത് ഫൈറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഫൈറ്റർ എടുത്ത് വെച്ച് വെക്കുമ്പോൾ അതിന്റെ മുകളിൽ ബബിൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് ഈ ഫൈറ്ററിന്റെ ഒക്കെ ബബിൾ നെസ്റ്റ് വരുന്നത്. മെയിലാണ് ബബിൾ ഇടുന്നത്. ഇതിപ്പം മെയിൽ മാത്രമാണ്. ബബിൾ നെസ്റ്റ് ഇടുന്ന വെറൈറ്റീസ് മെയിൽ ബബിൾ ചെയ്യുക, അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ഫീമെയിൽ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം മുട്ട അതിനകത്ത് വെച്ച് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കി ബ്രീഡ് ആകുന്ന ഒരു വെറൈറ്റിയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് നേരത്തെ കണ്ട ഗൗറയുടെയും ബ്രീഡിങ് വരുന്നത്. ഇതേപോലെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ബ്രീഡ് ആകുന്ന വെറൈറ്റീസ്. ഇത് റെഡ് ടൈഗർ ബാർ, ഗ്രീൻ ടൈഗർ ബാർ എന്ന് പറഞ്ഞു വരുന്ന വെറൈറ്റി. അപ്പൊ അതാണ് നമ്മുടെ ടൈഗർ ബാർബിന്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റീസ്. കോമൺ ആയിട്ട് കാണാത്ത ഒരു സ്ട്രെയിൻ ആണ്. അത്യാവശ്യം നല്ല തിളക്കമുള്ള വിഡോ ടെട്രയൊക്കെ വരുന്നത് പോലെയൊക്കെ വരുന്ന വെറൈറ്റി. നല്ല രസമുണ്ട്. ഇതിന്റെ ഗ്രീൻ ഉണ്ട്, ഗ്രീൻ ഇപ്പൊ കുറവാണ് ക്വാണ്ടിറ്റി. ഇതാണ് ഇത് വരുന്നത്. ഇത് ഗ്രീൻ വരുമ്പോ പേര് 50 രൂപ വരും, റെഡ് വരുമ്പോ പേര് 120 രൂപ റേറ്റ് വരും. അത്യാവശ്യം നല്ല വിലയുണ്ട്, നല്ല ഡിമാൻഡും ഉണ്ട്. ഇത് ഹൈബ്രിഡ് ആയിട്ട് വരുന്ന ഒരു ഗപ്പിയാണ്, ബിഗ് ഇയർ സ്ട്രെയിൻ വരുന്നത്. ഇത് പേര് 100 രൂപ റേറ്റ് വരും. അത്യാവശ്യം മാർക്കറ്റ് ഉള്ള എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രെയിൻ. ഗപ്പീസിൽ ക്രോസ് ബ്രീഡ് ഉണ്ടായിരിക്കും, പ്യൂർ ബ്രീഡ് ഉണ്ടായിരിക്കും. ക്രോസ് ബ്രീഡ് വരുമ്പോൾ പേര് 10 രൂപ മുതൽ വരും, പേര് 10, 30, 50 അങ്ങനെ ക്വാളിറ്റി അനുസരിച്ച്. ഇത് ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളെല്ലാം ഇതേ ക്വാളിറ്റി വരുന്നതിനാണ്. ഇത് അതിന്റെ റെഡ് ആണ്, പ്യൂർ റെഡ് ആയിട്ട് വരുന്ന സ്ട്രെയിൻ ആണ്. ആൽബിനോ ഫുൾ റെഡ് എന്ന് പറഞ്ഞാൽ റെഡ് ആയി വരുന്ന ഒരു സ്ട്രെയിൻ ആയിരിക്കും. ഓരോ സ്ട്രെയിൻ അനുസരിച്ച് വ്യത്യാസമില്ല. എ പറക്കെ വരുമ്പോൾ പേര് 150 രൂപ റേറ്റ് വരും. ഹോൾസെയിൽ വരുമ്പോൾ ചേഞ്ച് ആവും. ഇതിപ്പോ ഹോൾസെയിൽ വരുമ്പോൾ ബിഗ് ഇയറും ഹോൾസെയിൽ വരുമ്പോൾ 80 രൂപ റേറ്റ് വരും. ഇത് 130. ക്വാണ്ടിറ്റി എടുക്കുന്ന അനുസരിച്ച് റേറ്റ് ചേഞ്ച് വരും. കോൺ ബ്രീഡ് പ്രൊഡക്റ്റുകളാണ്. നേരത്തെ ഈ കൂടുണ്ടാക്കിയിട്ട് എഗ് ലേ എന്ന് പറഞ്ഞൊരു വെറൈറ്റി മീനിന്റെ കാര്യം പറഞ്ഞില്ല? അതായത് അത് ജെയിൻഡോറയാണ്. ആ ജെയിൻഡോറയ്ക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു മീനാണ്. 2 ലെങ്സ് ഉള്ള ഒരു മീനാണ്. വെള്ളത്തിനകത്തുനിന്ന് ബ്രീത്ത് ചെയ്യാനൊന്നും വെള്ളത്തിന്റെ പുറത്തുനിന്ന് ബ്രീത്ത് ചെയ്യാൻ ഒരു ലെങ്സ് ഉള്ള വെറൈറ്റിയാണ്. ഇപ്പോൾ 5 kg to 10 kg മുകളിൽ സൈസ്. കൂടുണ്ടാക്കി, അത് കേജ് ഉണ്ടാക്കിയിട്ട് ബ്രീഡ് ആകുന്ന ഒരേ ഒരു വെറൈറ്റി അതാണ്. അതായത് നമ്മൾ അത്യാവശ്യം നല്ലൊരു ടാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കിളി കൂടുണ്ടാക്കുന്നത് പോലെ അവൈലബിലിറ്റി എല്ലാ റോ മെറ്റീരിയൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതൊരു കൂടുണ്ടാക്കും. ഭയങ്കരമായിട്ട് പാരന്റ്ഷ്യൽ കെയർ ഉള്ളത്, കുട്ടികളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന വെറൈറ്റിയാണ്. അതിന്റെ ചെറുത് ഇന്ത്യയിൽ കിടപ്പുണ്ട്, ഒരു മീഡിയം സൈസ് ഉള്ളത് പുറത്തും കിടപ്പുണ്ട്. ഇതാണ് ജെയിൻഡോർ ആൽബിനോ ആണ്. ഇതിന്റെ ബ്ലാക്കും വരുന്നുണ്ട്,
ബ്ലാക്കും വൈറ്റും ആണോ? ബ്ലാക്കും വൈറ്റും ഗ്രേ വരുന്നുണ്ട്, പിന്നെ പിങ്ക് ടൈൽ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് വരുന്നത് 250 രൂപ പീസ് ആയിട്ട്, 250 രൂപ. ഹോൾസെയിൽ വരുമ്പോൾ ചേഞ്ച് ആവും. അതിപ്പോ 1-2 പീസ് മാത്രമേ ഉള്ളൂ. ഇത് വളർന്നു വരുമ്പോൾ ഇതിന് നല്ല കൊമ്പ് കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഗൗറയുടെ വെറൈറ്റി തന്നെയാണ്. കൂടുണ്ടാക്കി ബ്രീഡ് ആകുന്ന സ്പീഡാണ്. ഭയങ്കരമായിട്ട് ഇത് ബ്രാഹ്മണ മീൻ എന്നറിയപ്പെടുന്നു. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് കഴിക്കും. ഇലകളെല്ലാം ഒരുപാട് കഴിക്കുന്ന വെറൈറ്റി. നാച്ചുറൽ പോണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രൂം ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെയിനാണ്. ഷ്രിമ്പാണ്, നമുക്ക് റെഡ് ചെറി ഷ്രിമ്പാണ്. ഇതൊരു പീസ് 30 രൂപ റേറ്റ് വരും. ഈസി ടു ബ്രീഡ്, പ്ലാന്റ് ടാങ്കിലൊക്കെ ഇടാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. അധികം വലിയ സൈസ് ഒന്നും കയറാറില്ല. ഇതിന്റെ ആ സ്പോഞ്ച് ഫിൽറ്ററിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് പാടാണത്. ഇത് പ്ലാന്റ് ടാങ്കിലൊക്കെ ആൽഗി റിമൂവ് എന്നുള്ള രീതിയിൽ ഇടാൻ പറ്റും. പ്ലാന്റ് ഇപ്പൊ ഫുള്ള പ്ലാന്റ് ചെയ്യുന്ന ടാങ്കുകളിലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം ഭംഗിയായിരിക്കും. ആൽഗിയാണ് കൂടുതൽ. പ്ലാന്റ്സിൽ ആൽഗിയാണ് കൂടുതൽ. പ്ലാന്റ് ടാങ്കിലൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പൊ വേറെ ഫിഷസിന്റെ കൂടെ ബുദ്ധിമുട്ടായിരിക്കും, കഴിക്കും. വേറെ ഇപ്പൊ ഗപ്പി കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിക്കാനുള്ള ചാൻസ്. നല്ല രീതിയിൽ ഹൈഡി ഫുഡ് കൊടുത്താൽ വലിയ കുഴപ്പമില്ലാതെ നിൽക്കും. അല്ലെങ്കിൽ ഗപ്പി വരെ കഴിക്കും. ഇതിൽ പല കളേഴ്സും അവൈലബിൾ ആണ്. ബ്ലാക്ക് വരുന്നുണ്ട്, ഓറഞ്ച്, പിങ്ക്, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇപ്പൊ എന്റെ ഇപ്പൊ റെഡ് മാത്രമേ ഉള്ളൂ. ഇതില് ബ്ലൂ ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് അങ്ങനെ ഓവറോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല തിക്കായിട്ട് പ്ലാന്റ് ഇട്ടിട്ട് ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ ബ്രീഡ് ആവുന്ന വെറൈറ്റി. ഇപ്പൊ ഈ ടാങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് സെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇത് കപ്പ് പ്ലാന്റ് ആണ്, സെയിലിനുള്ള പ്ലാന്റ് ആണ്. ഒരു കപ്പ് 40 രൂപ റേറ്റ് വരും. ഹോൾസെയിൽ വരുമ്പോൾ 35-30 ആ റേറ്റ് വരും. ഇളക്കി നമുക്ക് ഇതെല്ലാം സ്റ്റെം പ്ലാന്റ് ആണ്, ഇളക്കി നടാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. പോട്ടിൽ വേണമെങ്കിൽ നമുക്ക് നടാം, അല്ലാന്നുണ്ടെങ്കിൽ അല്ല വേറെ പാത്രത്തിലൊക്കെ. സബ്മർസിബിൾ പ്ലാന്റ് ആകുമ്പോൾ വെള്ളത്തിനകത്ത് തന്നെ ആയിരിക്കും. അല്ലാതെ ഇത് പുറത്തെടുത്തു കഴിഞ്ഞാൽ അഴുകി പോകും. ഇപ്പൊ റീൽസിലാണെങ്കിലും എല്ലാത്തിലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി ആണല്ലോ വീഡോ. അതെ, വീഡോ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ് ഉള്ള ഒരു വെറൈറ്റിയാണ്. ഇത് 4-5 കളേഴ്സിൽ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള ഒരു വെറൈറ്റി. ഇത് എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് വരുന്ന ഇപ്പൊ ഈ സൈസ് വരുന്ന പേർ 60 രൂപയുടെ ഉണ്ട്. പിന്നെ അതിന്റെ ചെറിയ സൈസ് ഉണ്ട്, പേർ 30 രൂപയുടെ ഉണ്ട്. സൈസ് അനുസരിച്ചിട്ടാണ് കൂടുതലും റേറ്റ് വരുന്നത്. ഇപ്പം ഇവരുടെ ആണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒരുപാട് കിടന്നാലേ അതിനെയാണ് നമ്മൾ സ്കൂൾഡ് ഫിഷ് എന്ന് പറയുന്നത്. സ്കൂൾഡ് ഫിഷ് മീൻസ് എല്ലാം ഒരുമിച്ച് പോയി ഒരുമിച്ച് വന്നാൽ മാത്രമേ അതിന്റെ സ്കൂൾ യൂണിഫോം. സ്കൂൾഡ് ഫിഷിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതേപോലെ ഈ ടൈഗേഴ്സും സ്കൂൾഡ് ഫിഷ് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടത് റെഡ് കളർ. റെഡ് അത് അതിന്റെ നോർമൽ. ഇതിനെ നമ്മൾ മ്യൂട്ടേഷൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. റെഡും ഗ്രീനും ഇങ്ങനെ എല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കളേഴ്സ് അതിൽ വരുന്നുണ്ട്. നമ്മളില്ല വീഡോ ഫിഷിനെ പറഞ്ഞ പോലെ ഒരുമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു സെമി അഗ്രസീവ്നെസ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പൊ ചേട്ടൻ നേരത്തെ മുമ്പ് കൊടുത്ത ഫീഡ് ഏതായിരുന്നു കൊടുത്തത്? അതൊരു ലൈവ് ബ്ലഡ് വോം ആണ്. അത് കാണിച്ചു തരാം. ഇത് ബ്ലഡ് വോം ആണ്. ഇതാണ് നമ്മളിവിടെ ഫീഡ് ചെയ്യുന്ന ഒരു ഫീഡ്. ലൈവ് ആയിട്ട് വരുന്ന ബ്ലഡ് വോം ആണ്. ഇത് മിഡ്ജറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞ ഒരു തുമ്പിയുടെ ലാർവ സ്റ്റേജ് ആണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടിയതാണ്. ഏത് സൈസ് മീനിനും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫീഡാണ്. ഇതാണ് നമ്മൾ അതിന് ഫീഡ് ചെയ്യുക. നമുക്ക് ഇതിലൊരു ടാങ്കിൽ ഒന്ന് ഫീഡ് ചെയ്ത് നോക്കാം. എല്ലാ മീനുകളും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വെറൈറ്റി. ബ്ലഡ് വോം എന്ന് പറയുമ്പോൾ എന്താ ബ്ലഡ് വോം? നമ്മളെ ബ്ലഡ് അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഒരു മിഡ്ജറ്റ് ഫ്ലൈ എന്ന് പറയുന്ന ഒരു തുമ്പിയുടെ ലാർവ സ്റ്റേജ് ആണ്. ഇതിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഇത് കൊക്കൂണായിട്ട് പറന്നു പോകും. ജീവനുണ്ട്. നമുക്ക് വെള്ളത്തിൽ നിന്ന് നിന്നുകൊണ്ടുള്ള ക്ലാരിറ്റി കുറവാണ്. കാണാൻ പറ്റുന്നുണ്ട്. അതെ അതെ, ജീവനുള്ളതാ. ഇതിന്റെ ഫ്രോസണും വരുന്നുണ്ട്, ലൈവും വരുന്നുണ്ട്. ലൈവാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഏത് മീനിന് കൊടുത്താലും വളരെ അവർ ഇഷ്ടപ്പെട്ട് കഴിക്കും. മീന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കരമായിട്ട് വന്ന് കഴിച്ചോളൂ. നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. ഇത് ഈ വേം മാത്രമായിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യോ? 100 ഗ്രാം വരുമ്പോ 100 രൂപ റേറ്റ് വരും. ഗ്രാമിനനുസരിച്ചാണ് വരുന്നത്. ഇപ്പം ഈ ബ്ലഡ് വോം പറഞ്ഞല്ലോ, ഈ ലൈഫ് ഫീഡ്, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ലൈഫ് ഫീഡ് ഉണ്ടോ? മൊയിനയുണ്ട്, മൈക്രോ വോം ഉണ്ട്, വിനാഗിയിലുണ്ട്, പിന്നെ ഫ്രോസൺ മൊയിനയുണ്ട്, ഫ്രോസൺ ആർട്ടീമിയുണ്ട്, കാണിക്കാം. ഇപ്പൊ ഈ കാണുന്നത് മൊയിന കൾച്ചറാണ്. ഈ കൾച്ചർ വാങ്ങിച്ചാൽ വീണ്ടും നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതുപോലെ കുഞ്ഞു മീന് കൊടുക്കത്തക്ക ലൈവായിട്ട് വരുന്ന ഒരു ഇതാണ്. ഈ സൈഡിലുള്ളതാണ് നമ്മൾ മൈക്രോവോം എടുക്കേണ്ടത്.
ഈ വേംസിന് ഇവിടെ തന്നെ കൾച്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ? നമുക്ക് മൈക്രോ വേംസ് ഇവിടെ തന്നെ നമ്മൾ കൾച്ചർ ചെയ്യുന്നതാണ്. ബ്ലഡ് വേംസ് വൈൽഡ് കളക്ഷൻ ആണ്, നമുക്കത് വരുന്നതാണ്. ബ്ലഡ് വേംസ് നമുക്ക് ഇവിടെ കൾച്ചർ ചെയ്യാൻ വളരെ പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഡ്ജറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞ തുമ്പിയുടെ ലാർവ സ്റ്റേജ് ആണ്. അത് നെൽപ്പാടങ്ങളിൽ നിന്നെല്ലാം വൈൽഡ് ആയിട്ട് വളരെയധികം ഹാർഡ് ചെയ്ത് അവർ കളക്ട് ചെയ്ത് വരുന്ന സാധനമാണ്. അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൾച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ, നേരത്തെ കാണിച്ച പോലെ മുയിനാണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് വീണ്ടും 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 ഒരിക്കൽ മദർ കൾച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കൾച്ചർ ചെയ്യാൻ പറ്റും. അതെങ്ങനെ കൾച്ചർ ചെയ്യുന്നത്? നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇത് നമുക്ക് ഈസ്റ്റ് യൂസ് ചെയ്ത് കൾച്ചർ ചെയ്യുന്നതാണ്. ഈസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വേറെ പാത്രത്തിൽ മൾട്ടിപ്ലിക്കേഷൻ നടന്ന ശേഷം നമുക്ക് വീണ്ടും വീണ്ടും കൾച്ചർ ചെയ്ത് കൊടുക്കാം. ഇത് ബ്രെഡ് യൂസ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഈ ഒരു കണ്ടന്റ് തീരുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിൽ വരുന്നതിനെ നമുക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ വരുന്നത് ഇപ്പൊ അത് കൾച്ചറായി വരുന്നേ ഉള്ളൂ. ഇത് വളരെ സൂം ചെയ്താലേ കാണാൻ കഴിയുള്ളൂ. ഇത് ആപ്പിൾ സിഡർ വിനാഗിരി ഈൽ എന്ന് പറഞ്ഞ് വരുന്ന വെറൈറ്റി. വളരെ മൈന്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ചെറിയൊരു ജീവി ഉണ്ടാവും. അത് കൾച്ചറായി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കൾച്ചറായിട്ട് വരണം. വളരെ കുറവാണ്. പിന്നെ ഇതിപ്പോ സെയിലിന് റെഡി ആയിട്ടില്ല. 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇത് റെഡി ആവൂ. പിന്നെ ഇതല്ലാതെ വരുന്ന ഫീഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ടൈപ്പ് വരുന്ന പുറത്തുനിന്ന് വരുന്ന ഫീഡുകൾ വരുന്നുണ്ട്. പ്രിൻസ്വീൻ വരുന്നുണ്ട്. ഫ്രോസൺ ഫുഡ് വരുമ്പോൾ ഫ്രോസൺ മൊയിന വരുന്നുണ്ട്, ഫ്രോസൺ ആർട്ടീമിയ വരുന്നുണ്ട്, ഫ്രോസൺ ബ്ലഡ് വോം. നേരത്തെ നമുക്ക് കണ്ട ലൈവ് ബ്ലഡ് വോമിന്റെ ഫ്രോസണും വരുന്നുണ്ട്. പെലക്ട് ഫീഡിൽ നമുക്ക് പ്രിൻസ്വീൻ വരുന്നുണ്ട്, കെയോ, ആർട്ടീമിയ ഫ്ലെക്സ്, സ്പൈലിന ഫ്ലെക്സ് അങ്ങനെ വരും. ഫ്രോസൺ ആർട്ടീമിയ വരുമ്പോൾ 1 കിലോ 150 രൂപ വരും. 1/2 കിലോയുടെ 2 പാക്കറ്റ് വരും. പിന്നെ ഫ്രോസൺ മൊയിന വരുന്നുണ്ട് 50 ഗ്രാം 40 രൂപ. പ്രിൻസ്വീൻ വരുന്നത് 50 ഗ്രാം 80 രൂപ. കെയോ വരുന്നത് 50 ഗ്രാം 80. ആർട്ടീമിയ ഫ്ലേക്സ് ഇതിന്റെ സ്പൈലിന ഫ്ലേക്സും ഉണ്ട്. അത് 2 OSAയുടെ ആണ്. അത് രണ്ടും വരുന്നത് 50 ഗ്രാമിന് 100 രൂപ റേറ്റ് വരും. പിന്നെ ഒരുപാട് പ്രോട്ടീൻ കണ്ടന്റ് കൂടിയ ഫീഡുകൾ വരുന്നു, ഒരുപാടുണ്ട്. B2 എന്ന് പറഞ്ഞ ഒക്ടാഹൈൻ്റെ ഒക്കെ വരുന്നുണ്ട്. അത് വരുന്നത് 25 ഗ്രാമിന് 125 രൂപ റേറ്റ് വരും. അങ്ങനെ ഈ പറയുന്ന പോലെ പ്രോട്ടീൻ കണ്ടന്റ് അനുസരിച്ച് അതിന് റേറ്റ് ചേഞ്ച് ചെയ്ത്. ഇപ്പൊ നമ്മൾ ഈ ടാങ്കിൽ കാണുന്ന മോളീസിന്റെ വേറൊരു വെറൈറ്റി അല്ലേ വരുന്നത് അല്ലേ? ഇതെന്ത് പാണ്ട മോളീസ് എന്ന് പറയും. 2 കളർ വരുന്നുണ്ട്. ഒരു മഞ്ഞയും ബ്ലാക്കും ആയിട്ട് വരുന്നതാണ്. ഈ സിറ്റി ബ്രീഡ് ആയിട്ട് വരുന്ന വെറൈറ്റി. ഇതെങ്ങനെയാ റേറ്റ് വരുന്ന പേർ 30 രൂപ വരും. ഹോൾസെയിൽ വരുമ്പോൾ ഒരു പീസ് 12 രൂപ, 50 പീസ് 600 രൂപ. നമ്മളിവിടെ മിക്കതിനും എല്ലാത്തിനും ഇതേപോലെ വില എഴുതി വെക്കാറുണ്ട്. വില എഴുതി വെച്ചിട്ടായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ. എല്ലാത്തിന്റെയും വില ഇപ്പൊ പറയാൻ 50 പീസ് ക്വാണ്ടിറ്റി എടുക്കുന്ന അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. മെയിലിന് ഇതേപോലെ സീറ്റെയിൽ ആയിരിക്കും. സീറ്റെയിൽ വരുന്ന സ്ട്രെയിൻ ആയിരിക്കും. മെയിൽ മീൻസ് ഇതേപോലെ ഉണ്ടായിരുന്നില്ല. ഈ യെല്ലോയും ബ്ലാക്കും അല്ലാതെ ഇതേപോലെ പാണ്ട പേർ എന്ന് പറഞ്ഞ് വേറെ കളർ ഷെയ്ഡ്സ് വരുമോ? ഇല്ല, പാണ്ട മോളീസ് എന്ന് പറഞ്ഞു വരുന്ന ഈ ഒരു ഇതിനാണ്. പാണ്ട 2 കളേഴ്സ് വരുന്നതിനെയാണ് പൊതുവെ പാണ്ട എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയെ കൊടുക്കുന്നത്. യെല്ലോ ബ്ലാക്ക് തന്നെ വരുന്നത്, അല്ലാതെ വേറെ ഇല്ല അല്ലേ? ക്രോസ് ബ്രീഡ് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇത് തന്നെയാണ് കൂടുതലും ഉള്ളത്. നമ്മുടെ ഈ ഒരു ഫിഷ് ഫാമില് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ആണ് ഫിഷസ് വരുന്നത്. അതേപോലെ തന്നെ ലൈവ് ഫുഡ്സ് ഉണ്ട്, അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ഫിഷസിന് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ ടൈപ്പ് മെഡിസിൻസും ഉണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഷിബു ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്